ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഉള്ളിത്തണ്ട് വാങ്ങിയിട്ടുണ്ട്. കണ്ട ഉള്ളിത്തണ്ട് ഇതിനെ കൊണ്ട് ഞാൻ ഉപ്പേരി വെക്കുന്നതാണ്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിത്തണ്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിടണം. അപ്പോൾ എന്നിട്ട് ഞാനിത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ചെറിയ തോതിൽ മുറിച്ചിടുക. കണ്ടല്ലോ. എന്നിട്ടാണ് ഇത് നല്ല ഉള്ളി ഉപ്പേരി പോലെ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇത് ഉള്ളിത്തണ്ടായതുകൊണ്ട് ഇതിൽ ഞാൻ വേറെ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. വെറുതെ വറവിലിട്ട് എന്നിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. തേങ്ങയെല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് ഈ ഉള്ളിത്തണ്ട് ഞാൻ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഇതാദ്യം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇങ്ങനെയാണ് മുറിച്ചിടുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഈ ഒരു തണ്ട് മാത്രമേ ഞാൻ മുറിച്ചിടുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരും. ഓക്കെ. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വെക്കുന്ന മാതിരി നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ. അപ്പോൾ ഇതാ ഞാനെല്ലാം മുറിച്ച് മഞ്ഞൾ, മുളക്, ഉപ്പെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഉണക്കമുളക്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. പാനെടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇനി അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കയ്യട്ടെ. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ കടുക് പൊട്ടട്ടെ. ഇതാ കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു മ്യൂസിക്കോട് കൂടി പൊട്ടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാൻ ഉള്ളിത്തണ്ട് മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പം നല്ല വെള്ളം നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും എങ്ങനെയാണോ ഉള്ളിത്തണ്ട് ഉപ്പേരി വെക്കല്? എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ പറയണേ. ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ വെക്കുക. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അപ്പോൾ സിമ്മിലാക്കിയിട്ട് ഞാനിത് അടച്ചു വെക്കാം. മറ്റേ നേരം ശരിയല്ല, നല്ല തീയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അടി വരുന്നതുകൊണ്ട് അപ്പോൾ ഞാനത് അടച്ചു വെക്കട്ടെ. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പം ഞാൻ അടച്ച് വെച്ചു. ഇനി അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വെക്കാം. ശരിക്കായില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഞാൻ ഉള്ളിത്തണ്ട് വേവിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ വേവിക്കൽ? എന്നിട്ട് ആദ്യം എല്ലാം കൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് ആവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെൻ്റെ ഉള്ളിത്തണ്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്
സൂപ്പറായിട്ട് വെന്തിന്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. സിമ്പിളായിട്ട് ഉള്ളിത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡിയാക്കി. മുറിച്ച് വന്ന നേരം മാത്രമേ വേണ്ടൂ. ഇതാന്ന് പറയുമ്പോഴത്തേക്ക് സംഭവമായില്ലേ. അപ്പം ഞാൻ തീ ഓഫാക്കട്ടെ. എന്നിട്ട് ഇനി ഇത് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഇതിലേക്ക് വിളമ്പുന്നുണ്ട്. വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു, നിങ്ങളെയും കൂടി കാണിച്ച് തന്നേക്കാം വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിത്തണ്ട് ഉപ്പേരി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇതാ നല്ല സൂപ്പർ ഉള്ളിത്തണ്ട് ഉപ്പേരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതാ കണ്ടല്ലോ, അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.